ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഗുഡ് മോർണിംഗ് ആണ് കേട്ടോ. ഇത് നിങ്ങളെപ്പോൾ കാണുന്നു എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഞാനിതേ എൻ്റെ നാട്ടിലെത്തി. അപ്പോൾ അമ്പലത്തിലോട്ട് പോവാണ്. ഞാൻ നല്ല കുളിച്ച് സുന്ദരിയൊക്കെ ആയിട്ട്, അത്ര വലിയ സുന്ദരിയൊന്നും ആയിട്ടില്ല, മേക്കപ്പൊന്നുമില്ല. അപ്പോൾ ഞാൻ അമ്പലത്തിലോട്ട് പോവാണ്. ഇവിടെ എൻ്റെ അടുത്തുള്ള ശിവക്ഷേത്രം ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, കുറേ മുന്നേ. അങ്ങോട്ട് തന്നെയാണ് പോണത്. അത് കഴിഞ്ഞിട്ട് ദേവീക്ഷേത്രം ഉണ്ട്, അവിടെ പോകണം. ഞാൻ നാട്ടിൽ വന്നാൽ ഇവിടെയൊക്കെ പോകട്ടോ. പിന്നെ ഒരു വിഷ്ണു ക്ഷേത്രമുണ്ട്. അപ്പോൾ മഴ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ നടക്കാറുണ്ട്, നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ ഒരു തറവാട്ടിലെ ദിവസം കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് അമ്പലക്കുളമാണ് കേട്ടോ. അമ്പലക്കുളത്തിൽ നിറയെ അമ്പലം ഉണ്ടായിട്ടുണ്ട്. കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ കാണുന്നത്. അപ്പം ഞാൻ തൊഴുതിട്ട് വരാവേ. അപ്പോൾ മഹാദേവൻ്റെ അടുത്തും പോയി, ദേവിയുടെ അടുത്തും പോയി, വിഷ്ണു ക്ഷേത്രത്തിലും പോയി. അപ്പോൾ ഇനി നമുക്ക് നേരെ തറവാട്ടിലോട്ട് പോവാം. അപ്പോൾ അതേ ഞാനൊരു 10 o'clock കഴിഞ്ഞു കേട്ടോ തറവാട്ടിലെത്തിയപ്പോൾ. ഇതാണ് എൻ്റെ തറവാട്. ഞാൻ കുറേ മുന്നത്തെ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്, അത് ഷോർട്ട് വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ ഇവിടെ എത്തി. എനിക്കിതേ നല്ല ചായയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി തരികയാണ് മോൾട്ടേച്ചി. അപ്പോൾ ആ ചായയൊക്കെ കുടിച്ചുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കാൻ കേട്ടോ. ഞങ്ങൾ സംസാരിച്ചാൽ നിർത്തില്ല. എനിക്കിവിടെ വന്നിരിക്കുക ഇതൊക്കെയാണ് ഇഷ്ടം, ഭയങ്കരമാണ്. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, എപ്പോഴും എൻഗേജ്ഡ് ആവാം തറവാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ വീഡിയോ എടുക്കുന്നതിനെ കുറിച്ചും, ഇപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചും, തറവാടിനെ കുറിച്ചും, നമുക്കിത് കാണിക്കണം, അത് ഇത് നോക്കി ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. എത്ര വർഷത്തെ പഴക്കമുണ്ട് മോൾട്ടേച്ചി ഇതിന്? എത്ര? 200 വർഷത്തെ പഴക്കമുള്ള കോണിയാണ് ഈ കാണുന്നത്. ഇതിന്റെ മേളിക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ തറവാട്ടിൽ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങി കേട്ടോ. ഞാൻ വീട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഡ്രസ്സൊക്കെ മാറിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പോകും. കാരണം ബ്രൂണോ ഉണ്ട്, അവനെ പുറത്തൊക്കെ ഒന്ന് ഇറക്കണം. സൗണ്ട് കേൾക്കുന്നുണ്ടാവും വണ്ടി. അപ്പോൾ നമുക്ക് അതൊക്കെ കഴിഞ്ഞിട്ട് കാണാം. അങ്ങോട്ട് ക്യാമറയ്ക്ക് മതിയോ? ഞാനോ? അപ്പോൾ അതേ ഞാൻ നേരെ വീട്ടിൽ വന്നു. അതേ ബ്രൗണോനെ കുഞ്ചിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അവന് ഭയങ്കര ഇഷ്ടമാട്ടോ അവനെ കുഞ്ചിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവനെൻ്റെ ജീവനാണ്. അത് എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടാവും. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ നിന്നാണെന്ന് ചോറുണ്ടത്. കാരണം മോൾട്ടേച്ചിക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് പോയതായിരുന്നു. അപ്പോൾ നേരെ വീട്ടിലോട്ട് പോയി. അവിടുന്ന് ചോറൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ദേ നേരെ തറവാട്ടിലോട്ട് തന്നെ വന്നു. അപ്പോൾ ദേ ഞാൻ തറവാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ദേ അപ്പോൾ ഇനിയിപ്പോൾ വലിയ പരിപാടികളൊന്നുമില്ല. ഒരു 3:30 ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം സംസാരിക്കും. ഇവിടെ ഞാൻ മോൾട്ടേച്ചെന്ന് വിളിക്കുക. ഷീല എന്നാണ് പേര്. മോൾട്ടേച്ച് ടീച്ചറാണ്, ഹിന്ദി ടീച്ചറാണ്. അപ്പോൾ ഇനി ഞങ്ങൾ കുറേ നാട്ടുവർത്താനങ്ങളൊക്കെ പറഞ്ഞിരിക്കും, വൈകുന്നേരമായി ചായ കുടിക്കും. അതാണ് എൻ്റെ മെയിൻ. എനിക്കിവിടെ വന്നിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം ഇവിടെ എനിക്ക് ഭയങ്കര പോസിറ്റീവാണ് ഇവിടെ വന്നിരുന്നത്. ഓക്കെ, ഞാൻ വീണ്ടും മറ്റേ ഡ്രസ്സ് എടുത്തിട്ടു കേട്ടോ. ബ്രൂണോൻ്റെ അടുത്തിരിക്കുമ്പോൾ നല്ലത് ഇടാൻ പറ്റില്ല, കാരണം അവൻ്റെ രോമാവും. അവൻ മണ്ണിലിറങ്ങിയിട്ട് പിന്നെ മേത്ത് വന്ന് കയറും, ചളിയാവും. അതുകൊണ്ടൊക്കെ ആ ഡ്രസ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, അവിടെ ഇവിടെ കീറിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണ്ട. അപ്പോൾ നമുക്ക് ഉള്ളോട്ട് കയറാം. അപ്പോൾ കണ്ടില്ലേ നിങ്ങൾ, എന്താ പറയുക, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വീണ്ടും ഞങ്ങൾ ഞങ്ങളുടെ പരിപാടിയിലോട്ട് പോയി സംസാരം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ടാവും കേട്ടോ. എന്തെങ്കിലുമായിട്ടുണ്ടാവും. ഞങ്ങൾ പൊതു കാര്യങ്ങളോ അല്ലെങ്കിൽ എൻ്റെ ഷൂട്ടിംഗ് സെറ്റിലെ വിശേഷങ്ങളോ, എൻ്റെ കുറേ വിശേഷങ്ങൾ, മോൾട്ടേജിൻ്റെ കുറേ വിശേഷങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുകയാണ്. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ തറവാടിൻ്റെ ഫ്രണ്ട് വശം, കൊലായി എന്ന് പറയും, സിറ്റ് ഔട്ട്. അതാണിത്. അപ്പോൾ ഇത് തറവാട്ടിൻ്റെ ഒരു സൈഡ് ഭാഗമാണ്. ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പണ്ടത്തെ 200 വർഷങ്ങൾ പഴക്കമുള്ള തറവാടാണ്. അപ്പോൾ
ഇതിൻ്റെ ചുറ്റോറും ഇപ്പോൾ കുറേ കാടൊക്കെ പിടിച്ചു. ആക്ച്വലി ഇവിടെ ഇപ്പോൾ ശരിയാക്കാം. എന്താ പറയുക, അപ്പോൾ ഇവിടുത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്കിവിടെ വന്നെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താ പറയുക, ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു വൈബാണ് ഇവിടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിവിടെ എത്ര നേരം വേണമെങ്കിലും, അധികം ഞാൻ ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ ഇവിടെ വരാറ്. അപ്പോൾ ഇപ്പോൾ അതേ മഴക്കാറ് മൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ലൈറ്റ് അധികമൊന്നുമില്ല. പിന്നെന്താ, അപ്പോൾ ഇതേ മോട്ടേജി ചായ ഉണ്ടാക്കാൻ പോയിട്ടുണ്ട്, ചായ കുടിക്കും. അതിന് മുമ്പ് ഞാനിവിടുത്തെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് കാണിച്ചു തരാം. പിന്നെ വീടിൻ്റെ ഉള്ളിൽ ഞാനിപ്പോൾ കാണിക്കുന്നില്ല, അത് കുറച്ച് നന്നാക്കിയൊക്കെ വെച്ചിട്ട് കാണിക്കാമെന്നാണ് മോട്ടേജ് എനിക്ക് പറഞ്ഞത്. അത് വീടിൻ്റെ ഉള്ളിലത്തെ വശം ഞാൻ വേറൊരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും. പിന്നെ ഇവിടെ പുറം ഭാഗമൊക്കെ കാണിച്ചു. ഇപ്പം മഴക്കാലം ആയതുകൊണ്ടാട്ടോ അതിങ്ങനെ കിടക്കണേ. ഏകദേശം ബാക്കിലോട്ടൊക്കെ നല്ല സ്ഥലമുണ്ട്, അവിടെയൊക്കെ കുറച്ച് കാടൊക്കെ പിടിച്ച് കിടക്കുകയാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ കാണിക്കുന്നില്ല. അപ്പോൾ അതേ ചായ റെഡി. ചായ അല്ല കേട്ടോ, ഒന്ന് കോഫിയാണ് കേട്ടോ. അപ്പോൾ ഇത് എന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ സ്ഥിരം കാഴ്ചയാണ്. ഞാൻ ഇവിടെ പോയി ചായ കുടിക്കുന്ന സമയങ്ങളിലൊക്കെ ഞാനിത് സ്റ്റോറി ഇടാറുണ്ട്. ഇതെനിക്കൊരു വല്ലാത്ത ഫീലാണ് കേട്ടോ. ഇങ്ങനെ സിറ്റ് ഔട്ടിലിരുന്ന് ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ചായയൊക്കെ കുടിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ബേക്കറി ഐറ്റംസൊക്കെ കുറച്ച് കൂടുതലുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് അവിൽ അങ്ങനത്തെ നാടൻ ഐറ്റംസൊക്കെ ആയിരിക്കും അധികം ഉണ്ടാവുക. അത് നല്ല രസമാണ്. അതുപോലെ നമ്മുടെ അരി വറുത്തിട്ട് അരിമണി ചായയിലിട്ടിട്ട് ഇച്ചിരി നമ്മുടെ തേങ്ങയും ചിരവി ഇതൊക്കെ ഇട്ടിട്ട് കഴിക്കണം. എൻ്റെ ഫേവറേറ്റ് ഫുഡ്സാണ് കേട്ടോ ഇതൊക്കെ. ഭയങ്കര രസമാണ്. അപ്പോൾ ഇതേ ഞങ്ങൾ രണ്ടുപേരും ഓരോ കഥകളൊക്കെ പറഞ്ഞ്, ഞങ്ങൾക്ക് കഥ പറഞ്ഞാൽ തീരില്ല കേട്ടോ. ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്തെങ്കിലുമൊക്കെ വിഷയമായിട്ട് ഞങ്ങൾക്ക് പറയാനുണ്ടാവുകയും ചെയ്യും. അതാ രസം. അപ്പോൾ ദേ എൻ്റെ അമ്മ വന്നു കേട്ടോ. അമ്മ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. 6:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മയും മോൾട്ടേജും കൂടി സംസാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നല്ലൊരു ലൈറ്റ് ഷെയ്ഡ് തോന്നിയപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടിട്ടതാട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ വെറുതെ ഇങ്ങനെ ഓരോരോ ഷോർട്ട് വൈസ് ഇങ്ങനെ എടുത്ത് നോക്കിയതാണ്. എന്നെ കൊള്ളാവോ, എൻ്റെ തറവാട് ബാക്കിൽ എന്നേക്കാൾ കൊള്ളാവോ എന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേ അമ്മയും വോൾട്ടേജും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാനും അമ്മയും നേരെ വീട്ടിലോട്ട് നടന്നു. അപ്പോഴത്തേക്ക് ഈവനിങ് ആയിട്ടോ, ലൈറ്റൊക്കെ പോയി തുടങ്ങി. അമ്മേനെ ഫോക്കസ് അല്ല, അമ്മ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നാകട്ടെ. എൻ്റെ കൊല്ലം നോക്കി നിങ്ങൾ ലിപ്സ്റ്റിക് ഒന്നുമില്ല. അപ്പം ഞാനും അമ്മ ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ട് വീട്ടിലോട്ട് നടക്കുന്നതിൻ്റെ ഇടയിലാണ് എന്നെ അറിയുന്ന ഒരു ചേട്ടൻ ഓട്ടോയും കൊണ്ടുവന്നത് വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട്. അപ്പോഴത്തേക്ക് ലൈറ്റൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് വൈൻഡ് അപ്പ് ഷോട്ടാണ് ഇപ്പോൾ എടുക്കുന്നത്. പിറ്റേ ദിവസമാണ് എടുക്കുന്നത്. കാരണം ഇന്നലെ ഈവനിങ് ഒക്കെ ആയപ്പോൾ ലാസ്റ്റ് ഷോട്ടിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ടോ, അമ്മയുടെ കൂടെ പോകുന്ന ആ ഷോട്ടിൽ സമയത്തൊരു 7 o'clock ഒക്കെ ആവാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ ലൈറ്റൊക്കെ പോയി തുടങ്ങി. പിന്നെ എനിക്ക് വൈൻഡ് അപ്പ് ഷോട്ട് എടുക്കാൻ പറ്റിയില്ല. നിങ്ങൾക്ക് ബൈ അടുത്ത വീഡിയോയിൽ കാണാം എന്ന് പറയുന്ന ഷോട്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു പിറ്റേ ദിവസം എടുക്കാം. അതുകൊണ്ടാണ് ഡ്രസ്സൊക്കെ വേറെ. അപ്പോൾ എന്താ ഓക്കെ, അപ്പോൾ വേറെ ഒന്നുമില്ല. അപ്പോൾ ഇനി ഞാൻ ഈ വീടിൻ്റെ, അതായത് തറവാട് വീടിൻ്റെ ഉള്ളും അവിടുത്തെ കുറേ ഉണ്ട് കേട്ടോ. കാര്യം പറഞ്ഞില്ലേ, 200 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള തറവാടാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ പഴമകളുണ്ട് ഇവിടെ തറവാട്ടിൽ. അപ്പോൾ അതിൻ്റെയൊക്കെ, അതായത് ഈ തറവാടിൻ്റെ ഉള്ളും പുറം വശം മേളിലൊക്കെ കുറേ ഉണ്ട്. ഒക്കെ കാണണം എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, വേണോ വേണ്ടയോ എന്നുള്ളത്. അപ്പം ഞാൻ അടുത്ത വീഡിയോ ആ ഒരു വീഡിയോ ആയിട്ടായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.